എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ടെൻസ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ്, ദ മദർ ഓഫ് ഓൾ ടെൻസസ് നമ്മൾ പഠിച്ചു. ഇനിയിപ്പോ സിമ്പിൾ പാസ്റ്റും സിമ്പിൾ ഫ്യൂച്ചറുമാണ് പഠിക്കാൻ പോകുന്നത്. ചെറിയ ലെസൺ ആണ്, പെട്ടെന്ന് തീരും. സോ വെൽക്കം ടു യുനോയ ഇംഗ്ലീഷ്. സിമ്പിൾ പാസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട്, പേര് പോലെ കഴിഞ്ഞ കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് പറയാനാണ് സിമ്പിൾ പാസ്റ്റ് നമ്മൾ ഉപയോഗിക്കുക. അതിന്റെ പർപ്പസ് അത്രയേ ഉള്ളൂ, പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർക്കുക, അത്രയേ ഉള്ളൂ. സോ സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ സെക്കൻഡ് ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒബ്ജക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. സബ്ജക്റ്റ് ആൻഡ് വെർബ് ഇത് രണ്ടുമാണ് ഉപയോഗിക്കേണ്ടത്. സോ ഫോർ എക്സാമ്പിൾ, ഞാൻ അവനെ കണ്ടു. ഞാൻ അവനെ കണ്ടു എന്നുള്ളതിന് എന്താ പറയാ? ആദ്യം സബ്ജക്റ്റ് ആണ് വേണ്ടത്. സബ്ജക്റ്റ് എന്നുള്ളത് ഐ എന്നുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് വെർബാണ്. വെർബ് എന്നുള്ളത് കണ്ടു എന്നുള്ളതാണ്. സോ കണ്ടു എന്നുള്ളതിന് കാണുക എന്നുള്ളതിന്റെ വെർബ് സി എന്നുള്ളതാണ്. ഫസ്റ്റ് ഫോം, വെർബിന്റെ ഫസ്റ്റ് ഫോം സി ആണ്. രണ്ടാമത്തത് സോ എന്നാണ്, SAW. സോ നമുക്ക് രണ്ടാമത്തെ വേർഡാണ് ഇവിടെ ആവശ്യം. സോ ഐ സോ ഹിം. ഞാൻ അവനെ കണ്ടു. ഞാൻ ഒരു പൈനാപ്പിൾ കഴിച്ചു. എങ്ങനെ എഴുതും? I ate. രണ്ടാമത്തെ ഫോം 8 എന്നുള്ളതാണ്. ഈറ്റ് എന്നുള്ളതാണ് ആദ്യത്തെ ഫോം, രണ്ടാമത് 8. സോ I ate a pineapple. I ate a pineapple. ഇതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ സെന്റൻസുകൾ ഉണ്ടാക്കുന്ന രീതി. ഇവിടെ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുള്ള ഒരു പ്രശ്നമാണ്, രണ്ടാമത്തെ ഫോം അറിയില്ല, അത് കാണാതെ പഠിക്കേണ്ടി വരില്ലേ? അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് രണ്ടാമത്തെ ഫോം കാണാതെ പഠിക്കേണ്ടി വരും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ. പക്ഷെ അവിടെ നമുക്കൊരു ഹാക്ക് ഉണ്ട്, ഒരു ടെക്നിക്ക് ഉണ്ട്. നമുക്ക് ബൈ എനി ചാൻസ് രണ്ടാമത്തെ ഫോം അറിയില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് വായിൽ വരുന്നില്ല, നമ്മൾ മറന്നുപോയി, അങ്ങനെയാണെങ്കിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൂത്രപ്പണിയുണ്ട്. നമ്മൾ ആദ്യത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, സി എന്നുള്ളതിന്റെ കൂടെ ഡു ചേരുമ്പോഴാണ് നമുക്ക് സി എന്നുള്ള വെർബായിട്ട് നമുക്ക് മാറാം. സോ ഈ ഡു എന്നുള്ളത് നമ്മൾ ഡിഡ് ആക്കിയാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സെന്റൻസ് തിരിച്ചെഴുതിയാൽ മതി. ഫോർ എക്സാമ്പിൾ, ഈ സെന്റൻസ് എഴുതുമ്പോൾ ഐ ഡിഡ് സീ ഹിം. ഞാൻ ഇന്നലെ അവനെ കണ്ടു. അത് തന്നെയാണ് ഈ സെന്റൻസിന്റെയും അർത്ഥം, ഈ സെന്റൻസിന്റെയും അർത്ഥം. താഴെ എങ്ങനെയാക്കും? ഐ ഡിഡ് ഈറ്റ്. ആദ്യത്തെ ഫോമാണ് എഴുതേണ്ടത് കേട്ടോ, രണ്ടാമത്തെ ഫോം എഴുതാൻ പാടില്ല. ഐ ഡിഡ് ഈറ്റ് എ പൈനാപ്പിൾ. ഐ ഡിഡ് ഈറ്റ് എ പൈനാപ്പിൾ. ഇങ്ങനെയാണ് നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതി. അടുത്ത ടെൻസ് ആണ് സിമ്പിൾ ഫ്യൂച്ചർ. ഞാൻ ഈ പേന ജസ്റ്റ് ഒന്ന് മാറ്റി, നേരത്തെ അത്ര തെളിയുന്നുണ്ടായിരുന്നില്ല റെഡ്, സോ നമ്മൾ ഞാൻ മാറ്റി. സിമ്പിൾ ഫ്യൂച്ചർ നമുക്ക് ഉണ്ടാക്കാൻ സിമ്പിൾ ആണ്. അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് നമുക്ക് ഫ്യൂച്ചറിനെ റെഫർ ചെയ്യാനായിട്ട് വിൽ അല്ലെങ്കിൽ ഷാൽ എന്നുള്ള വേർഡ്സ് ആണ് ഉപയോഗിക്കുക. റീസെന്റ് എല്ലാവരും, നൗഡേയ്സ് എല്ലാവരും ഉപയോഗിക്കുന്നത് വിൽ എന്നുള്ളതാണ്. ഷാൽ എന്നുള്ളത് എന്തെങ്കിലും റിപ്പോർട്ട്സ് ഒക്കെ പറയുമ്പോൾ മാത്രമാണ് ഇപ്പൊ ഷാൽ എല്ലാവരും ഉപയോഗിക്കാറുള്ളത്. സോ നമുക്ക് വിൽ ഉപയോഗിച്ചാലും മതി, സോ ഈസി. സോ സബ്ജക്റ്റ് വിൽ ഓർ ഷാൽ പ്ലസ് വെർബിന്റെ ഫസ്റ്റ് ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് വേണമെങ്കിൽ മാത്രം മതി. വെർബിന്റെ ഫസ്റ്റ് ഫോം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, അതിന്റെ കൂടുതൽ വില്ല് ചേർത്താൽ മതി. സോ ഐ വിൽ സീ ഹിം. ഞാൻ അവനെ കാണും. ഐ വിൽ സീ ഹിം. ഞാൻ അവനെ കാണും. ഐ വിൽ ഈറ്റ് എ പൈനാപ്പിൾ. ഐ വിൽ ഈറ്റ് എ പൈനാപ്പിൾ. ഞാൻ ഒരു പൈനാപ്പിൾ കഴിക്കും. സോ നമുക്ക് ചെയ്യാനുള്ളത്, ഇപ്പൊ നമ്മൾ രണ്ട് ടെൻസ് പഠിച്ചു, സിമ്പിൾ പാസ്റ്റും സിമ്പിൾ ഫ്യൂച്ചറും. ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്തത് എന്താ? ഈ വെർബ് എന്നുള്ള സെക്ഷൻ മാത്രമാണ്. ഇവിടെ ഞാൻ സോ എന്ന് എഴുതി കഴിഞ്ഞാൽ ഐ സോ ഹിം സിമ്പിൾ പാസ്റ്റ് ആയി. ഐ വിൽ ചേർത്ത് ഫസ്റ്റ് ഫോം എഴുതി കഴിഞ്ഞാൽ ഐ വിൽ സീ ഹിം ആയി, അത് സിമ്പിൾ ഫ്യൂച്ചർ ആയി. ഇവിടെ ഐ വിൽ ഈറ്റ് ആ പൈനാപ്പിൾ എഴുതി സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഐ എയ്റ്റ് ആ പൈനാപ്പിൾ എഴുതി കഴിഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ആയി. ഓക്കെ, സോ സിമ്പിൾ പ്രസന്റ് ആണ് എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ട് നിൽക്കുന്ന ഒരു ടെൻസ്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ആകെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പഠിക്കേണ്ടത് ടെൻസിന്റെ, ടെൻസ് ചെയ്യുമ്പോൾ ആകെ ചേഞ്ച് ചെയ്യാൻ പഠിക്കേണ്ടത് വെർബ് മാത്രമാണ്. അതിന്റെ ഫസ്റ്റ് ഫോമും സെക്കൻഡ് ഫോമും തേർഡ് ഫോമും അറിഞ്ഞിരിക്കുക.
അതായിരിക്കും ബെറ്റർ. സിമ്പിൾ ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ നമുക്ക് പഠിക്കാം. ഈ ഡിഡ് ഉപയോഗിച്ച് ചെയ്യുന്നതിന് വേറൊരു പ്രത്യേകത അല്ലെങ്കിൽ വേറൊരു അർത്ഥം കൂടിയുണ്ട്. ഐ ഡിഡ് സീ ഹിം എന്ന് പറയുമ്പോൾ ഞാൻ അവനെ കാണാൻ പാടില്ലായിരുന്നു എന്നിട്ടും ഞാൻ അവനെ കണ്ടു എന്നൊരു അർത്ഥമാണ് ആ സെന്റൻസിന് വരിക. പക്ഷെ ബിഗിനേഴ്സ് അങ്ങനെ ഉപയോഗിച്ചെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. ഐ ഡിഡ് സീ ഹിം, ഞാൻ അവനെ കണ്ടു എന്നുള്ളതാണ് അർത്ഥം. അതിന്റെ ഹിഡൻ ആയിട്ടുള്ള ഒരു അർത്ഥം ഞാൻ അവനെ കാണാൻ പാടില്ലായിരുന്നു, ബട്ട് ഐ ഡിഡ് സീ ഹിം, ഞാൻ അവനെ കണ്ടു. ഒന്നുകിൽ അവനവിടെ വരാൻ പാടില്ലാത്ത ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ അവനെ കാണാൻ പാടില്ലാത്തതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളായിരിക്കാം. എന്തോ കാണാൻ പാടില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു, ബട്ട് ഞാൻ അവനെ കണ്ടു, എന്നിട്ടും ഞാൻ അവനെ കണ്ടു. ഐ ഡിഡ് ഈറ്റ് എ പൈനാപ്പിൾ, എനിക്ക് പൈനാപ്പിൾ കഴിക്കാൻ പാടില്ല എന്നിട്ടും ഞാനത് കഴിച്ചു എന്നാണ് ഡിഡ് നമ്മൾ ചേർത്ത് പറയുമ്പോൾ അതിനർത്ഥം ശരിക്കും അർത്ഥം വരിക. പക്ഷെ നമ്മൾ തുടക്കക്കാരത് ഉപയോഗിച്ചെന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല, നമുക്ക് പഠിക്കുന്നത് കുറച്ചും കൂടെ ബെറ്റർ അതാണ്. അങ്ങനെ പതിയെ പതിയെ നമ്മൾ വാക്കുകൾ ആഡ് ചെയ്യുക. നിങ്ങളുടെ വൊക്കാബുലറി ലിസ്റ്റിലേക്ക് പുതിയ പുതിയ വാക്കുകൾ ആഡ് ചെയ്തിട്ട് നമ്മുടെ നോളജ് ഇൻക്രീസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. സോ നമ്മൾ സിമ്പിൾ പ്രസന്റ് പഠിച്ചു, സിമ്പിൾ പാസ്റ്റ് പഠിച്ചു, സിമ്പിൾ ഫ്യൂച്ചർ പഠിച്ചു. ഏതെങ്കിലും രീതിയിൽ എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് റെക്കമെൻഡ് ചെയ്യാനും മറക്കരുത്. കാരണം ഫ്രീ ആയിട്ട് ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാനുള്ള എളുപ്പ വഴികളാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായുള്ള ഒരു ചാനലായിരിക്കും. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.